സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോതി എഴുതിയ നോവൽ ചുറ്റുവിളക്ക് തുടരുന്നു. അധ്യായം 3. 5 പേരിലും ഏറെ സുന്ദരി ഉണ്ണിമായയാണ്. ഇന്ദുമുഖം, സ്വർണ്ണ നിറം, ശ്രീദേവി വിഗ്രഹത്തിൻ്റെ അംഗവടിവ്, അരക്കെട്ട് കവിയെ നീണ്ടുകിടക്കുന്ന ഭാരിച്ച ചുരുൾമുടി, ഏറ്റവും സവിശേഷം ആകൃതിയൊത്ത അതിമനോഹരമായ കണ്ണുകളാണ്. അവയ്ക്ക് കാഴ്ചയില്ലെന്ന് വിശ്വസിക്കുക പ്രയാസം. ജനിച്ച ഒരാഴ്ച കഴിയും വരെ പെറ്റമ്മ പോലും ഈ യൂന അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ അവർ നെഞ്ചുപൊട്ടി കരഞ്ഞു. ആ കരച്ചിൽ അവരെയും രോഗിണിയാക്കി. വീണ്ടും 2 പ്രസവിച്ചെങ്കിലും അന്തർജനത്തിന് ഏറ്റവും ഇഷ്ടം ഉണ്ണിമോളെയാണ്. പക്ഷേ ഇരുട്ടിൽ ഇഴയാനും തപ്പി തടയാനുമായിരുന്നു അവളുടെ വിധി. അമ്മയേക്കാൾ ഇഷ്ടം ദേവേട്ടത്തിയാണ്. സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു കുളു സ്പർശമാണ് അതിലെന്ന് ഉണ്ണിക്ക് തോന്നിയിട്ടുണ്ട്. ദേവേട്ടത്തി പോയതോടെ അവളുടെ ലോകം കൂടുതൽ ഇരുണ്ടതായി. വിഷ്ണുവിന് രാത്രിയിലൊഴികെ വീട്ടിലിരിക്കാൻ കഴിയാറില്ല. പണ്ടും അവൾ അങ്ങനെയായിരുന്നു. വീട്ടിലെ എന്താവശ്യത്തിനും അച്ഛന് സഹായമായും അവളാണ് പുറത്തു പോവുക. ഉണ്ണിയില്ലാത്ത അച്ഛനും അമ്മയ്ക്കും അവളൊരു ഉണ്ണിയാണ്. വിഷ്ണുവെന്നും ഉണ്ണിയെന്നും അവൾക്ക് പേരിട്ടപ്പോൾ അച്ഛൻ അവരെ ആൺമക്കളായി അവരോധിക്കുകയായിരുന്നു. സ്കൂളിൽ ചേർക്കാൻ സമയത്താണ് അവൾ വിഷ്ണുപ്രിയ എന്ന പെൺകിടാവാകുന്നത്. എല്ലാവരിലും സാമർഥ്യവും അവൾക്കായിരുന്നു. ഇപ്പോൾ ട്യൂഷന് പുറമെ ഒരു പാലൽ കോളേജിൽ കൂടി ജോലി ചെയ്യുന്നു. പുലർച്ചെ ഇറങ്ങും, അന്തിക്ക് വരും. രാത്രി കുടുംബജോലികളിൽ മഹാലക്ഷ്മിയെ സഹായിക്കണം. ക്ലാസ്സിലേക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യണം. ദേവ പോയതോടെ വിഷ്ണു പകുതിയായി. ദേവിയുടെ ഭർത്താവ് ചോദിക്കാതെ തന്നെ കൈ അയച്ച് സഹായിക്കുന്നുണ്ട്. ചോദിച്ചാൽ എന്തും ചെയ്യും. പക്ഷേ നനഞ്ഞിടം കുഴിക്കാൻ വിഷ്ണുവോ അമ്മയോ തയ്യാറല്ല. അപ്പോഴാണ് വരുമാനത്തിനുള്ള പുതിയൊരു വഴി തെളിഞ്ഞത്. തിരൂരപ്പന് ഒരു പുതിയ ശാന്തിക്കാരൻ വന്നിരിക്കുന്നു. അടുത്തടുത്തായി 3 പേർ മാറി 4ാമത് വന്ന ആളാണ് ഋഷികേശൻ നമ്പൂതിരി. പാലക്കാട്ടുകാരൻ, നന്നേ ചെറുപ്പം, കോമളൻ, 10 വരെ പഠിച്ച ആളാണത്രേ. അയാൾക്ക് താമസിക്കാൻ ഒരിടം വേണം. അമ്പലത്തിൻ്റെ പൊളിയടർന്ന കൊട്ടാരത്തിൽ രാത്രി ഒറ്റയ്ക്ക് തങ്ങാൻ അദ്ദേഹത്തിന് പ്രയാസം. ഇല്ലത്തിൻ്റെ പടിപ്പുരമാളിക തുടച്ചു കൊടുത്താൽ നല്ല വാടക തരാമെന്ന് പറയുന്നു. നാണനായരാണ് കൂട്ടിക്കൊണ്ട് വന്നത്. വിഷ്ണുവിനും അമ്മയ്ക്കും ഒട്ടും സമ്മതമായിരുന്നില്ല. ആൾ നല്ലവനാണ്, പോരെങ്കിൽ ജാതി. രാത്രി ഉണങ്ങലരിപ്പട കഴിച്ച് വേണം വിശപ്പടക്കാൻ. ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലും കൂട്ടാനോ ഉപ്പിലിട്ടതോ വാങ്ങാലോ. ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായതുകൊണ്ട് എങ്ങനെ അന്യജാതിക്കാരുടെ കൂടെ തങ്ങും? ദേശത്ത് വാടകയ്ക്ക് ലോഡ്ജുകളുമില്ല. നാണനായർ അയാളെ ന്യായീകരിച്ചു. നാണനായർക്ക് ഋഷിയെ പിടിച്ചു പോയിരുന്നു. ഇതിലേതെങ്കിലും ഒരു പെൺകുട്ടിയെ അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊരാശയും ആ നല്ല മനുഷ്യനുണ്ടായിരുന്നു. നാണുനായർ പറഞ്ഞാൽ ഇല്ലത്തുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അർത്ഥസമ്മതം മൂളേണ്ടി വന്നു. ഒരു നിബന്ധന വിഷ്ണു വെച്ചു. അത് പാലിച്ചു തന്നേ തീരൂ. ആവശ്യമില്ലാതെ ഇല്ലത്തേക്ക് വരരുത്. പ്രത്യേകിച്ച് രാത്രിയിൽ. സ്ത്രീകൾ മാത്രമുള്ള വീടാണ്. ആളുകളെ കൊണ്ട് അതുവിധം പറയിക്കാനുള്ള ഇടവരുത്തരുത്. എല്ലാം സമ്മതിച്ചു. എന്നിട്ടും ചിലപ്പോൾ അയാളുടെ മോഹമിഴികൾ പടിപ്പുരമാളികയുടെ കിളിവാതിൽ കടന്ന് ഇല്ലത്തേക്ക് ഇറങ്ങി വരുന്നതും വിഷ്ണു ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇല്ലത്തിന് പുറത്തിറങ്ങാറില്ലാത്ത ഉണ്ണിമായയ്ക്ക് ഈയിടെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോകാൻ കമ്പം. തുളസിയായി കൂട്ടിയാണ് പോവുക. തപ്പിത്തടഞ്ഞ് പടികൾ കയറും. കണ്ണില്ലാത്ത കുട്ടിയെ സംശയിക്കുന്നത് പാപമാണ്. എങ്കിലും ഇയാളെ അടുപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെ വിഷ്ണുവിന് തോന്നി. മഹാലക്ഷ്മി 3ാം വട്ടവും 9ൽ തോറ്റതോടെ പുസ്തകം മടക്കി. തുളസി 10ലേക്ക് ജയിക്കുകയും ചെയ്തു. തുളസിയെപ്പറ്റി അവൾ പഠിക്കുന്ന കോൺവെൻറ്റ് സ്കൂളിലെ അധ്യാപികമാർക്കും കന്യാസ്ത്രീകൾക്കും വലിയ പ്രതീക്ഷകളാണ്. അവൾ സ്കൂളിന് പേരുണ്ടാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മുനിഞ്ഞു കത്തുന്ന റാന്തലിൻ്റെ കീഴിൽ ചടഞ്ഞു കിടന്നാണ് അവൾ വായിക്കുന്നതും ഗൃഹപാഠങ്ങൾ ചെയ്യുന്നതും. അവൾക്ക് സ്കൂൾ വക ഹോസ്റ്റലിൽ സൗജന്യമായി താമസ സൗകര്യവും ഭക്ഷണവും നൽകാമെന്ന് സ്കൂൾ അധികൃതർ വിഷ്ണുപ്രിയയെ വിളിച്ചറിയിച്ചു. അമ്മ പ്രതിഷേധിച്ചിട്ടും വിഷ്ണു അവളെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്കി. ഒന്നെങ്കിലും നല്ല സാഹചര്യത്തിൽ വളരട്ടെ, നല്ല നിലയിലെത്തട്ടെ, അവൾ സമാധാനിച്ചു. അവളെക്കൊണ്ട് സ്കൂളിന് മാത്രമല്ല പേര്, ഈ ഇല്ലത്തിനും അവൾ സൽപ്പേരുണ്ടാക്കും. മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവ് ആനന്ദിക്കും. വിഷ്ണു അമ്മയെ ആശ്വസിപ്പിച്ചു. മീനച്ചൂട് കത്തി പടരുന്നൊരു മധ്യാഹ്നം. ഇല്ലത്തിൻ്റെ പടിപ്പുരവാതിൽ കടന്ന് മെലിഞ്ഞു നീണ്ടൊരു യുവാവ് വരുന്നത് കണ്ട് നങ്ങേമ അന്തർജന അകത്തേക്ക് നോക്കി കുട്ടിയോളെ വിളിച്ചു. പിന്നെ കണ്ണിൽ വിസ്മയവുമായി നോക്കി നിന്നു. ഇസ്തിരിയിടാത്ത ഷർട്ടും മൽമൻ മുണ്ടും, പറ്റ വെട്ടിയ മുടി, വളർന്ന താടി, ഐശ്വര്യമുള്ള മുഖം, നെറ്റിയിൽ വിയർപ്പിൽ കുതിർന്ന ചന്ദന വര. നടക്കുമ്പോൾ ലേശം മുടന്തുണ്ട്. ആളിനെ മുമ്പ് കണ്ടിട്ടേയില്ല. എങ്കിലും സ്വന്തം ഒരാളാണെന്ന് തോന്നും ആ മുഖം കണ്ടാൽ. അയാൾ മുറ്റത്തെത്തിയപ്പോഴേക്കും വിഷ്ണു അടക്കമുള്ള പെൺകുട്ടികൾ ഉമ്മറവാതിലിലും എത്തി. എൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരിയാണ്, യുവാവ് മുറ്റത്ത് നിന്ന് അറിയിച്ചു. കടന്നിരിക്കൂ. വിഷ്ണുപ്രിയ ഇറിയത്ത് സ്റ്റൂള് നീക്കിയിട്ടു. അയാൾ വന്ന് സ്റ്റൂളിൽ ഇരുന്നു. പിന്നെ ഷർട്ടിൻ്റെ കഴുത്തോടുള്ള ബട്ടൺ അഴിച്ച് നെഞ്ചിൽ ഊതിക്കൊണ്ട് പറഞ്ഞു,
എന്തൊരു ചൂട്! ആകെ വിയർത്തൊലിച്ചു. വല്ല ട്യൂട്ടോറിയൽക്കാരുമാവുമെന്ന് വിഷ്ണു വിചാരിച്ചു. പഠിപ്പിക്കാൻ വാദ്യാരെ ആവശ്യമായി വന്നതാവും. പാലൂർ കോളേജുകാർ അന്യോന്യം വിദ്യാർത്ഥികളെ മാത്രമല്ല അധ്യാപകരെയും ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ ഒരുപക്ഷെ തന്നെ സ്വാധീനിക്കാൻ വന്നതാവുമോ ശങ്കരൻ നമ്പൂതിരി? എവിടുന്നാ വരണത്? അന്തർജനമാണ് ആരാഞ്ഞത്. അധികം ദൂരത്തുനിന്നല്ല. നമ്പൂതിരി പുഞ്ചിരിച്ചു. എന്താ കുടിക്കാൻ കൊണ്ടുവരണ്ടേ? എന്തായാലും വേണ്ടില്ല, സംഭാരമാണെങ്കിൽ സന്തോഷം. ഇവിടെ ഇല്ലാത്തത് അതേയുള്ളൂ. അന്തർജന വൈഷമ്യത്തോടെ മക്കളെ നോക്കി. ഗോക്കളോ? ഗോക്കളല്ലോ, മോർവെള്ളം തെണ്ടി കൂട്ടാം. ഇപ്പോൾ ശ്രീപുകഴേത്തുമനയ്ക്ക് പേരേയുള്ളൂ കൂട്ടാ. അപ്പോഴേക്കും വിഷ്ണു അകത്തുപോയി ഒരു ഗ്ലാസ് പച്ചവെള്ളം പഞ്ചസാരയിൽ അലിയിച്ച് കൊണ്ടുവന്ന് നമ്പൂതിരിയുടെ മുന്നിൽ അരപ്ലേസിൽ വെച്ചു. ഇത് മതി. നമ്പൂതിരി സന്തോഷപൂർവ്വം തലയാട്ടി. ആദ്യമായി വരുമ്പോൾ മധുരമാണ് തരേണ്ടത്. വന്ന കാര്യം പറഞ്ഞില്ല. വിഷ്ണുവിന് തിടുക്കമായി. വികലാംഗനാണെങ്കിലും ആൾ ചെറുപ്പക്കാരനാണ്. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അധിക നേരം ഇരുത്തി ലോഹ്യപ്പെടേണ്ട കാര്യമില്ല. അത് ശരിയുമല്ല. ദേശക്കാർ കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കുകയാണ്. പഴിക്കാൻ, ആക്രമിക്കാൻ, തങ്ങളിൽ കറുത്ത ചായം കോരിയൊഴിക്കാൻ ഒരു കാരണവും കാത്ത് സൂക്ഷിക്കേണ്ടത് തങ്ങളാണ്. ഈ ഇല്ലത്തെ ഒരമ്മയെ 4 പെൺമക്കൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്താൽ ഈ ദേശത്തെ അത് ബാധിക്കില്ല. ചേപ്പാടില്ലത്തെ ഒരു കുഞ്ഞാത്തോൽ മാത്രം കുറേ നാളത്തേക്ക് ഓർത്ത് കരഞ്ഞെന്ന് വരാം. എന്നെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ മനസ്സിലായെന്ന് വരും. ശങ്കരൻ നമ്പൂതിരിക്ക് സ്വയം പരിചയപ്പെടുത്താനും വന്ന കാര്യം വിശദീകരിക്കാനും എന്തോ ആത്മനിന്ദയും ലജ്ജയും. മുമ്പ് ഈ ഇല്ലത്തെ ഒരു പെൺകുട്ടിക്ക് ഞാനുമായി വേളി ആലോചിക്കുകയുണ്ടായിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാകുമോ എന്നറിയില്ല. ഒരു നിമിഷം മിന്നൽ പിണറായി ആ ഓർമ്മ വിഷ്ണുവിൻ്റെ ബുദ്ധിയിലേക്ക് കുത്തി വീണു. അവളുടെ മുഖം മങ്ങി. അന്തർജനത്തിൻ്റെ മുഖവും കറുത്തു. മഹാലക്ഷ്മിയും തുളസിയും വേഗം അകത്തേക്ക് പോയി. അകവാതിലിൻ്റെ മറിവിൽ നിന്നിരുന്ന ഉണ്ണിമായ മാത്രം അനങ്ങിയില്ല. ഓർമ്മയുണ്ട്. 10 പവൻ്റെ പൊന്നു ചോദിച്ചിയാൾ. അറിയാതെ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ വെറുപ്പും പുച്ഛവും തലകുക്കി. ആ പൊന്നിനു വേണ്ടിയാണ് എൻ്റെ അച്ഛൻ തിരൂരപ്പൻ്റെ തിരുവാഭരണം മോഷ്ടിച്ചത്, പാമ്പുകടി ഏറ്റു മരിച്ചത്. ഇന്ന് ഞങ്ങളെ ഈ ദേശക്കാർ നിഷ്കരണം പീഡിപ്പിക്കുന്നത്. ശങ്കരൻ നമ്പൂതിരി അപരാധിയായി മുഖം താഴ്ത്തിയിരുന്നു. വീണ്ടും പൊന്നു തേടി വന്നതാണോ? വിഷ്ണു ചോദിച്ചു. കണ്ണിൽ തീനാളങ്ങൾ. പൊന്നു കൂടാതെ തന്നെ ആണത്വം മനുഷ്യത്വമുള്ള ഒരാൾ അവളെ വേളി ചെയ്തുകൊണ്ട് പോയി. ശങ്കരൻ നമ്പൂതിരി മുഖമുയർത്തി നിമിഷ നേരത്തേക്ക് അവളെ നിർനിമേഷം നോക്കി. അയാളുടെ കൺപോണിൽ നനവ് പുരണ്ടു. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു. ഇനി എൻ്റെ നഷ്ടം ഞാൻ പറയട്ടെ? കേൾക്കണോ? നമ്പൂതിരിയുടെ സ്വരത്തിൽ ആവേശം തുടിച്ചു. എൻ്റെ ഒരേ ഒരു അനുജത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പൊന്നു ചോദിച്ചത്. അവൾക്ക് വേണ്ടി ഞാൻ എന്നെ വിൽക്കാൻ ഒരുങ്ങുകയായിരുന്നു. എല്ലാം പണയപ്പെടുത്തി വരദക്ഷിണയ്ക്കുള്ള പണം ശേഖരിച്ചു. പൊന്നുകൂടി തികഞ്ഞാലേ വേളി നടക്കൂ. വരനും ഞങ്ങളുടെ ദേശക്കാരൻ, ചിരപരിചിതൻ. അനുജത്തിയാണെങ്കിൽ അയാളെ മനസ്സാ ഭരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ പൊന്നില്ലാത്തതുകൊണ്ട് ആ വേളി നടന്നില്ല. അവൻ വേറെ വേട്ടു. ആ വേളിയുടെ പിറ്റേ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണർന്നപ്പോൾ കണ്ടത് ഉമ്മറത്തെ വിട്ടത്തിൽ തൂങ്ങിയാടുന്ന അനുജത്തിയുടെ ജഡമാണ്. നമ്പൂതിരി ഏങ്ങി കരഞ്ഞു. വിഷ്ണു തരിച്ചു നിന്നു. നങ്ങേമാന്തർജന പുടവയുടെ മുഖം മടി ഉയർത്തി കണ്ണുനീരൊപ്പി. ഇന്ന് എനിക്കൊരു ജോലിയായി. സർക്കാർ ഗുമസ്തൻ, ബന്ധുവായി അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അനുജത്തിക്ക് ലഭിച്ച ക്രൂരതയ്ക്ക് പരിശുദ്ധ പ്രതികാരം ചെയ്യണമെന്ന് എനിക്കുണ്ട്. വിഷ്ണു മുഖം താഴ്ത്തി. അന്തർജന നിശബ്ദ വിദൂരതയിലേക്ക് നോക്കി നിന്നു. ഞാനൊരു വികലാംഗനാണ്. എങ്കിലും ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും ആരും മിണ്ടിയില്ല. നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഉപേക്ഷിച്ചാലും ഞാൻ വിവാഹം ചെയ്യും. ജാതിയോ മതമോ പോലും നോക്കാതെ ഒരു സാധു പെൺകുട്ടിയെ. അയാൾ മന്ദഹസിച്ചു. ഉടൻ മറുപടി തരണ്ട. ആലോചിച്ച് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എഴുതിയാൽ മതി. ഇതാണെൻ്റെ വിലാസം. പോക്കറ്റിൽ നിന്നൊരു തുണ്ട് കടലാസ് എടുത്ത് വിലാസം കുറിച്ച് അയാൾ വിഷ്ണുവിന് നീട്ടി. ഒന്ന് മടിച്ച ശേഷം അവൾ വാങ്ങി. ഇംഗ്ലീഷിൽ എഴുതിയ മേൽവിലാസം അയാളുടെ ഓഫീസിൻ്റേതായിരുന്നു. പിന്നെ യാതൊന്നും പറയാതെ ശങ്കരൻ നമ്പൂതിരി എഴുന്നേറ്റ് ഒതുക്കുക ഇറങ്ങി. ഏന്തി അയാൾ പടിപ്പുരയിലേക്ക് നടന്നു. കുറേയേറെ നിമിഷങ്ങൾ കഴിഞ്ഞ ശേഷമേ ഇല്ലത്തുള്ളവർ ശബ്ദം വീണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ മോളെ വേണ്ടത്? നങ്ങേമാന്തർജനം വിഷ്ണുവിനോട് ചോദിച്ചു. ജോലി കിട്ടിയിട്ടേ എനിക്കൊരു കല്യാണം വേണ്ടു. ജോലി കിട്ടിയാൽ തന്നെ തുളസിയെ വരെ ഒരു കരയ്ക്ക് എത്തിച്ചിട്ടേ ഞാൻ എൻ്റെ കാര്യം നോക്കൂ. അപ്പോഴേക്കും നീ മൂത്ത് നരച്ചാലോ? അമ്മയുടെ 5 മക്കളിൽ ഒരുത്തി മാത്രം മൂത്ത് നരച്ചാൽ സാരമില്ലമ്മേ. അതുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുമെങ്കിൽ പോരെങ്കിൽ കല്യാണം കഴിച്ചാലും ആളുകൾ മൂത്ത് നരയ്ക്കുമല്ലോ. ആ കുട്ടി അത്രയ്ക്കൊരു സൗമനസ്യം കാട്ടുമ്പോൾ നിങ്ങളിൽ ആരാണെങ്കിലും. അമ്മ 4 മക്കളെയും മാറി മാറി നോക്കി. തുളസി മാത്രം ആ സംഭാഷണങ്ങളിൽ ഭാഗഭാക്കായില്ല. മടിയിൽ വിടർത്തിയ നോട്ട്ബുക്കിൽ ആൾജിബ്രായിലെ 2 സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന തിരക്കിലായിരുന്നു അവൾ. ആ മനുഷ്യന് അത്ര ത്യാഗമനസ്ഥിതി ഉണ്ടെങ്കിൽ ഉണ്ണിമായയെ വേൾക്കട്ടെ. കണ്ണില്ലെങ്കിൽ എല്ലാവരും സുന്ദരിയല്ലേ അവൾ? വിഷ്ണു ചോദിച്ചു.
അമ്മ ഉണ്ണിമായിയുടെ മുഖത്ത് കണ്ണ് നട്ടു. അവൾ മുഖം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അയാൾക്കും ഉണ്ടല്ലോ അംഗഭംഗം, അതുപോലൊന്ന് അവൾക്കും ഉണ്ടായി. നല്ല മനസ്സുണ്ടെങ്കിൽ സഹിക്കത്തക്ക ഒരു കുറവേ ഉള്ളൂ. കൊച്ചു കൊച്ചു ജോലികളൊക്കെ അവളിവിടെ ചെയ്യാറുണ്ടല്ലോ. പരിസരവുമായിട്ട് ഇണങ്ങിയാൽ ഒരു കുടുംബം നടത്താൻ അവൾക്ക് കഴിയും. എന്നാലും നമ്മൾ എങ്ങനെയാ മോളെ അയാളോട് അത് ചോദിക്കുക? ജന്മാന്തയായ നമ്മുടെ കുട്ടിയെ വേൾക്കാമോ എന്ന് എന്തിനാ ചോദിക്കണത്? എനിക്ക് വേളി വേണ്ട. ഉണ്ണിമായ മന്ത്രിക്കും പോലെ പറഞ്ഞു. വിഷ്ണുവും അമ്മയും ഞെട്ടലോടെ അവളെ നോക്കി. തനി പശുവാണ്, വളരെ അപൂർവമായി എന്തെങ്കിലും ഉരിയാടാറുള്ളൂ. അന്ധതയ്ക്കൊപ്പം അവൾ മൂവ കൂടിയാണല്ലോ എന്ന് സംശയം തോന്നും. ആ മനസ്സിലെന്തെന്ന് ആർക്കും മനസ്സിലാവില്ല. 5 പേരിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് അവൾക്കാണ്. ഇപ്പോൾ അവൾക്കും ശബ്ദം ഉണ്ടായല്ലോ. തൻ്റെ ഇടവും അന്ധയായവൾക്ക് ഒരു വിവാഹാലോചന ഉണ്ടാകുമ്പോൾ വിരക്തി വരാൻ കാരണം എന്തേ? അന്ധയായതുകൊണ്ട് മംഗല്യമേ വേണ്ടെന്നാണോ? അതോ ശങ്കരൻ നമ്പൂതിരി എന്ന പുരുഷനെ വേണ്ടാഞ്ഞിട്ടാണോ? എങ്കിൽ അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കാണും. ചിന്തിക്കുന്നത് പാപമാണെന്ന് പല കുറി വിഷ്ണു സ്വയം കുറ്റപ്പെടുത്തി. എങ്കിലും ഓർമ്മയിൽ ചില രംഗങ്ങൾ ഉടക്കുന്നു. കടുമാങ്ങാഭരണി പൊട്ടിച്ചപ്പോൾ അവ അമ്മയോട് കെഞ്ചുന്നത് കേട്ടതാണ്. തീർച്ചയായിട്ടും വെറും ഉണങ്ങലരിച്ചോറല്ലേ കഴിക്കുന്നത്? പടുപ്പുരം മാളികയിലേക്ക് അല്പം കടുകുമാങ്ങ കൊടുത്തു വിട്ടൂടെ അമ്മേ? എന്തൊരു ഔദാര്യം! കണ്ണുള്ള 2 പെൺകിടാങ്ങൾ ഇല്ലത്തുണ്ട്. അവർക്ക് തോന്നാത്ത സൗമനസ്യവും ധൈര്യവും. ഋഷികേശൻ ഏത് പെൺകിടാവും മോഹിക്കും വിധം കോമളനാണ്. പക്ഷേ ഉണ്ണിക്ക് ആ സൗന്ദര്യം കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരുപക്ഷെ മറ്റാരേക്കാൾ ഏറെ അവൾ ആ സാന്നിധ്യം അറിയുന്നുണ്ടാവും. വളരെ അപൂർവമായി അയാൾ ഇല്ലത്തേക്ക് വന്നിട്ടുള്ളൂ. പറഞ്ഞിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന വാക്കുകൾ. എന്നിട്ടും അവൾ ഉൾക്കണ്ണുകൊണ്ട് അയാളെ കാണുന്നുണ്ടാവും. ഗന്ധം കൊണ്ടുപോലും തിരിച്ചറിയുന്നുണ്ടാവും. കണ്ണില്ലെന്നല്ലേ ഉള്ളൂ, മറ്റിന്ദ്രിയങ്ങൾ അവളിൽ ഏറെ സജീവമായിരിക്കും. ഈശ്വര, അപ്പോൾ ഉണ്ണി അയാളെ പ്രേമിക്കുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ അന്ത്യം എന്തായിരിക്കും? വിഷ്ണു പരിഭ്രാന്തിയായി. അതെന്താ ഉണ്ണിമോളെ, നിനക്ക് ശങ്കരൻ നമ്പൂതിരിയെ ഇഷ്ടപ്പെട്ടില്ലേ? അയാൾ വികലാംഗനായതുകൊണ്ടാണോ? അതൊന്നുമല്ല. പിന്നെ അവളുടെ കവിളുകളിൽ കുങ്കുമാഭ കുമിയുന്നു. അവൾ മുഖം താഴ്ത്തി മൗനിയായിരുന്നു. ഈ എല്ലത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പൊന്നോ പണമോ കൂടാതെ വേൽക്കാൻ അയാൾ തയ്യാറാണ്. വികലാംഗനായതുകൊണ്ട് നിന്റെ അന്ധത അയാൾ സഹിച്ചെന്ന് വരും. അതുപോലെ മറ്റൊരവസരം ഇനിയും ഉണ്ടാകണമെന്നില്ല. വിഷ്ണു സ്നേഹപൂർവ്വം ഉപദേശിച്ചു. എന്തായാലും എനിക്ക് വേണ്ട. അവളുടെ സ്വരത്തിൽ നിശ്ചയദാർഢ്യം. ഏട്ടത്തിക്ക് വയ്യെങ്കിൽ ലക്ഷ്മി അയക്കും. എനിക്ക് സമ്മത. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ഏറ്റു. സ്വയം അറിയാതെ എന്നോണം പറഞ്ഞു പോയതാണ്. അമ്മയ്ക്കും വിഷ്ണുവിനും രണ്ടാമത്തെ നടുക്കം. ഉണ്ണി നിഷേധിച്ചതിലേറെ അത്ഭുതമാണ് മഹാലക്ഷ്മി സ്വമനസാലെ ചാടി ഏറ്റെടുത്തപ്പോഴുണ്ടായത്. അയാൾക്ക് കാലിന് മുടന്നുണ്ട്. കണ്ടല്ലോ, അന്തർജനം മഹാലക്ഷ്മിയെ ഓർമ്മിപ്പിച്ചു. നല്ലോണം ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. പിന്നീട് വേണ്ടായിരുന്നു എന്ന് പറയരുത്. കാലിനല്ലേ മുടന്തുള്ളൂ, സാരമില്ല. ഈ മനസ്സിനൊരു കുറവുമില്ലെന്ന സംസാരം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി. നാണത്തോടെ പുഞ്ചിരിക്കുന്ന മഹാലക്ഷ്മി. വിഷ്ണു അവളെ തന്നെ വിസ്മയത്തോടെ നോക്കി. പഠനത്തിൽ കുഴി മടിയായിരുന്നു. പക്ഷേ പ്രായോഗിക ബുദ്ധിയിൽ ഇവൾ മറ്റാരിലും മുന്നിലാണ്. പക്ഷേ എന്ത് തീരുമാനമെടുക്കാനും ചേപ്പാടില്ലത്ത് എന്ന് ദേവയോടും അപ്പൂട്ടനോടും ആലോചിച്ചിട്ട് മതി. അന്തർജനം കൽപ്പിച്ചു. അവർക്ക് താല്പര്യമാണെച്ചാൽ അപ്പൂട്ടൻ തന്നെ ശങ്കരൻ തിരുമേനിക്ക് എഴുതട്ടെ. വിഷ്ണുവിനോ ലക്ഷ്മിക്കോ മറ്റൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല. കൊയ്ത്തിൻ്റെയും മെതിയുടെയും തിരക്കൊഴിഞ്ഞിരുന്നു. നെല്ല് പത്തായത്തിലായി, വൈക്കോൽ തുറുവിലും. എങ്കിലും ദേവയ്ക്ക് അടുക്കളയിൽ വിശ്രമമില്ലായിരുന്നു. കാറ് വന്ന ശബ്ദം കേട്ട് അവൾ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരോ ഉണ്ടെന്ന് മനസ്സിലായി. നാട്ടിലെ ഏറ്റവും സമർത്ഥനായ കൃഷിക്കാരനാണ് ജന്മിയും. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും അതീവ തൽപരൻ. ഇടയ്ക്കിടയ്ക്ക് അതിഥികൾ ഉണ്ടാവാറുണ്ട്. ഊണ് വേണ്ടവർക്ക് ഊണും ചായ വേണ്ടവർക്ക് ചായയും ഉടനടി ഉണ്ടാക്കി കൊടുക്കാൻ ദേവ പ്രത്യേകം ശ്രദ്ധിക്കും. യാതൊരു രീതിയിലും ആളുകൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പ് കുറയാൻ പാടില്ല. ഉച്ചയായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദേവ ചായപാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു. അപ്പോഴേക്കും അപ്പുക്കുട്ടനും അടുക്കളയിലെത്തി. ദേവേ, ഒരതിഥിയുണ്ട്. ചായ പോരെ? നല്ല ഒന്നാന്തരം മൂത്ത വരിക്കച്ചക്ക വറുത്തതുമുണ്ട്. ധാരാളം. അപ്പുക്കുട്ടൻ മന്ദഹസിച്ചു. ഊണിന് നിൽക്കുമോ? ഇല്ല, വന്നപ്പോൾ തന്നെ പോകാൻ കയറ് പൊട്ടിക്കുവാണ്. എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇവിടേക്ക് വന്നതും. ആൾ നമ്മുടെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണേ. അപ്പുക്കുട്ടൻ വേഗം പുറത്തേക്ക് പോയി. ട്രെയിൽ ചായയും ചക്കവറുത്തതുമായി ദേവ ചാവടിക്ക് തൊട്ടടുത്ത മുറിയിലെത്തി. ജാലകത്തിലൂടെ കണ്ട അതിഥിയുടെ മുഖം അവളെ ജീവച്ഛവമാക്കി. ഒരു നിമിഷം കയ്യിൽ നിന്ന് വീണു പോവാതിരിക്കാൻ ട്രേയിൽ അവൾ മുറുകെ പിടിച്ചു. വാതിലിനപ്പുറം അവളെ കണ്ട അപ്പുക്കുട്ടൻ നീട്ടി വിളിച്ചു. വരൂ ദേവേ. ആ വിളിയിൽ അതിഥിയൊന്ന് വിറച്ചു. മുഖത്ത് വിസ്മയം, പരിഭ്രമം. ട്രേയുമായി ദേവ ചാവടിയിലെത്തി.
വീട്ടി വട്ടമേശയിൽ ട്രേ വെച്ചു. മുഖഭാവം വികലമാവാതിരിക്കാൻ ജീവശക്തി മുഴുവൻ ആർജിച്ച് കിണഞ്ഞു ശ്രമിച്ചു. ഇതാണ് എൻ്റെ ഭാര്യ ദേവസേന. അപ്പുക്കുട്ടൻ ഭാര്യയെ അതിഥിക്ക് പരിചയപ്പെടുത്തി. ദേവ പുഞ്ചിരിക്കാൻ പണിപ്പെട്ടു. പുരുഷനായ അതിഥിക്ക് പക്ഷേ ദേവിയുടെ അത്ര ശക്തി ആർജിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വിളറി. ഇത് മിസ്റ്റർ ദേവദാസ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോ നിന്റെ നാട്ടുകാരനാണ്. അതാണ് വലിയ താല്പര്യമൊന്നും കാട്ടാഞ്ഞിട്ടും അദ്ദേഹത്തെ നിർബന്ധിച്ച് ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു വന്നത്. ദേവിക്ക് പരിചയമുണ്ടാകുമോ ആവോ? അപ്പുക്കുട്ടൻ തിരക്കി. ഉണ്ട്. ആ മറുപടി അപ്പുക്കുട്ടനെയും ദേവദാസിനെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. എന്നിട്ടാണോ? ചേച്ചേ, അപ്പുക്കുട്ടൻ അബദ്ധമെന്നോണം ചിരിച്ചു. പിന്നെ ദേവദാസിനോട് ചോദിച്ചു, മിസ്റ്റർ ദേവദാസ് ഇവളെ അറിയുമോ? ശ്രീപുഴയത്തില്ലത്തേതാണ്. അമ്പലത്തിൽ വെച്ച് കണ്ട ഓർമ്മയുണ്ട്. ആ മറുപടി കേട്ടപ്പോൾ നിയന്ത്രിച്ചിട്ടും ദേവിയുടെ കണ്ണിൽ നനവ് ഊറിപ്പോയി. അമ്പലത്തിൽ വെച്ച് കണ്ട ഓർമ്മ, അത്രയുമേയുള്ളൂ. കഷ്ടം. ഒരു ദേശം മുഴുവൻ അറിഞ്ഞ കഥയാണ്. എന്നിട്ടും തന്നെ രക്ഷിക്കാനാവും നുണ പറഞ്ഞത്. മുഖത്തെ ഭാവം വ്യതിരിക്തമല്ല. കഠിനമായ ധർമ്മസങ്കടം അനുഭവിക്കുന്നത് വ്യക്തം. അത് പൊതിഞ്ഞു പിടിക്കാൻ പാടുപെടുന്നുമുണ്ട്. ഒപ്പം പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരു മുഖാവരണവും കാണാനുണ്ട്. വീർക്കട്ടെ, ഇനി ഇതാണ് ഇരുകൂട്ടർക്കും നല്ലത്. അവൾ വേഗം അകത്തേക്ക് പോയി. അപ്പുക്കുട്ടൻ അതിഥിയെ തിരികെ ഓഫീസിൽ കൊണ്ടുചെന്നാക്കി. രാത്രി വാസുദേവൻ ഉറങ്ങിയപ്പോൾ കിടക്കറിയിലെ വൈദ്യുത ശരറാന്തലിൻ്റെ മങ്ങിയ പ്രഭയിൽ അപ്പുക്കുട്ടൻ ദേവിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിച്ചു, ദേവദാസിനെ എങ്ങനെയാണ് പരിചയം? പൊടുന്നനെയുണ്ടായ ചോദ്യം ദേവിയെ ഒന്ന് നടുക്കി കുഴക്കി. പകലൊന്നും ഉണ്ടാവാതിരുന്ന ചോദ്യം. ക്രമേണ ദേവദാസ് വന്ന വിവരം തന്നെ മറന്നു തുടങ്ങിയിരുന്നു. കൺപോളകളിൽ കനന്തൂങ്ങി നിന്നിരുന്ന നിദ്ര ദേവിയിൽ നിന്ന് ഓടിയകന്നു. കുറേ നിമിഷങ്ങളിലേക്ക് അവൾ അപ്പുക്കുട്ടനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. പിന്നെ ഒരു വശം ചെരിഞ്ഞെഴുന്നേറ്റ് ചുമരിനഭിമുഖമായി ഇരുന്നു കൊണ്ട് അവൾ മന്ത്രിച്ചു, ആ മനുഷ്യനുമൊത്താണ് ഞാൻ അന്ന് രാത്രി ഒളിച്ചോടാൻ ശ്രമിച്ചത്. അപ്പുക്കുട്ടൻ ഒട്ടും നടുക്കമുണ്ടായില്ല, വിസ്മയവുമില്ല. ഒരു ചെറു പുഞ്ചിരി ചുണ്ടിൽ മയങ്ങി നിന്നു. കിടക്ക വിട്ടെഴുന്നേറ്റ് ദേവിയുടെ അരികിലെത്തി. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മാറിൽ മുഖം പൂഴ്ത്തി. അയാൾ അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തി. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാനീ വേളിക്കൊരുങ്ങിയത്. ആ മനോവലിപ്പമായിരുന്നു എൻ്റെ ഒരു സമാധാനം. ദേവ തേങ്ങി. എങ്കിൽ അതെപ്പോഴും ഉണ്ടാവും. അറിഞ്ഞിരുന്നുകൊണ്ട് എന്തിനാണ് ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? അറിഞ്ഞുകൊണ്ടല്ല വിളിച്ചത്. നിന്റെ ദേശക്കാരനാണെന്നറിഞ്ഞപ്പോൾ സംശയമുണ്ടായെന്നു മാത്രം. വിദ്യാഭ്യാസവും ഉദ്യോഗവുമുള്ള അധികം ഹരിജന യുവാക്കൾ ആ ഗ്രാമത്തിലുണ്ടാവാൻ വഴിയില്ലല്ലോ. നിന്നെ രക്ഷിക്കാൻ മുതിർന്ന യുവാവ് ഇവയാൾ തന്നെയാവുമോ എന്ന സംശയം തീർക്കുന്നതിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല, എല്ലാ അന്യോന്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങക്കെല്ലാം അറിയാവുന്ന കാര്യം ദേവദാസിനോട് പറഞ്ഞുവോ? അപ്പുക്കുട്ടൻ നിഷേധത്തിൽ തലയിളക്കി. അല്ലെങ്കിൽ തന്നെ അയാൾ ആകെ നേർന്നായിരുന്നു. പിന്നെ ദേവിയുടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് തുടർന്നു, ദേവിക്കറിയാമല്ലോ, എല്ലാം അറിഞ്ഞിരുന്നിട്ട് ഇന്നുവരെ നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ യാതൊന്നും ചോദിച്ചിട്ടില്ലെന്ന്. അവൾ സമ്മതത്തിൽ മൂളി. ഒരിക്കൽ പോലും തൻ്റെ കഴിഞ്ഞ കാലത്തെ അദ്ദേഹം ചികഞ്ഞിട്ടില്ല. എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ഇഴുകിച്ചേരാൻ കഴിഞ്ഞതും ആ വിശാല ചിന്തയും സന്മനസ്സും കൊണ്ടാണ്. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ? അപ്പുക്കുട്ടൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ദേവിക്ക് ദേവദാസിൻ്റെ കൂടെ പോകണമോ? നിമിഷം ദേവ മറുപടി പറഞ്ഞില്ല. മുഖം തിരിച്ചുമില്ല. ശില പോലെ നിന്നു. മുഖത്ത് നിർവികാരതയുടെ വിളർച്ചയുമായി. അന്ന് ദേശക്കാർ നിങ്ങളെ എതിർത്തു, തടഞ്ഞു. ഇനി നിങ്ങളെ തടയാൻ അധികാരമുള്ളയാൾ ഞാൻ മാത്രമാണ്. ഞാനാണെങ്കിൽ നിങ്ങളെ കൂട്ടുചേർത്തയക്കാൻ മനസ്സുള്ളവനുമാണ്. പറയൂ. അപ്പോഴും അവളിൽ പ്രതികരണമുണ്ടായില്ല. ദേവയെ വേളി ചെയ്യുക വഴി ഞാനൊരു ക്രൂരനായ സ്വാർത്ഥനാവുകയായിരുന്നു. രോഗിയായ എനിക്ക് ഭാര്യയേക്കാൾ ആവശ്യം ഒരു നേഴ്സിനെയായിരുന്നു. പക്ഷെ ഞാൻ സ്നേഹത്തിൻ്റെ താങ്ങ് കൊതിച്ചുപോയി. എൻ്റെ മകനെ അമ്മയെയും മോഹിച്ചു. അതിനായി ഞാൻ കുട്ടിയെ ബലിയാക്കി. ഇല്ല, പെട്ടെന്ന് അവൾ ശബ്ദിച്ചു. എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് ജീവിതം ഇഷ്ടമാണ്. ഇതിനപ്പുറം ഒന്നും എനിക്കിനി വേണ്ട. എൻ്റെ മരണശേഷം വൈദവ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മംഗല്യസൂത്രം അണിഞ്ഞവളാണ് ഞാൻ. പക്ഷേ വിവാഹിതയായിട്ടും കന്യകയായി തുടരേണ്ടി വന്നുവല്ലോ. ആ സത്യം എനിക്ക് നിനക്കുമേ അറിയൂ. അത് ദേവദാസ് കൂടി അറിഞ്ഞാൽ അയാൾക്ക് നിന്നെ കയ്യേൽക്കാൻ ഒട്ടും ശങ്കിക്കേണ്ടതില്ലല്ലോ. അതോടെ എനിക്ക് പാപബോധമില്ലാതെ മരിക്കാനും കഴിയും. വാസുവിനെ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം. മതി. ദേവ അയാളുടെ ചുണ്ടിൽ കൈത്തലം ചേർത്ത് തടഞ്ഞു. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ നാവും തൊണ്ടയും വേദനിപ്പിക്കണ്ട. എനിക്കൊന്നേ വേണ്ടൂ, അപ്പേട്ടൻ്റെ സ്നേഹം. ഈ നെഞ്ചുകൂട്ടിൽ അത് അല്പമെങ്കിലും അവശേഷിക്കും വരെ ദേവ ഈ കെട്ടിനുള്ളിൽ സുസുഖം കഴിഞ്ഞോളാം. അത് ശക്തമായ ഒരു ഉടമ്പടിയായിരുന്നു.
ദേവദാസിനെ താൻ പ്രേമിച്ചിട്ടില്ലെന്നും ഹൃദയസ്പന്ദനം എന്നേക്കും നിലയ്ക്കാൻ ഒരറ്റാക്കും പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മനുഷ്യനെയാണ് താൻ ആദ്യമായും അന്ത്യമായും സ്നേഹിക്കുന്നതെന്നും ദേവ വിശ്വസിച്ചു. സ്നേഹമല്ല, പ്രേമം. ദിവ്യമായ രാഗം രാധയ്ക്ക് കണ്ണനോടുണ്ടായിരുന്നത്, സീതയ്ക്ക് രാമനോടുണ്ടായിരുന്നത്, സാവിത്രിക്ക് സത്യവാനോടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിലെല്ലാം ശക്തവും ദീപ്തവും ഉദാത്തവും കാമം തീണ്ടാത്ത പ്രേമം. പ്ലേറ്റോണിക്, ആ വാക്ക് അവൾക്ക് പറഞ്ഞു കൊടുത്തതും അപ്പുക്കുട്ടനാണ്. നിന്റെ സ്നേഹം പ്ലേറ്റോണിക്കാണ്, ആദർശ പ്രേമം. ദേവ, ഒരിക്കൽ നിനക്കിത് അപ്രായോഗികമായി തോന്നിയാൽ അതിനു മുമ്പ് എനിക്ക് മരിക്കണം. അപ്പോഴും ദേവ അയാളുടെ വായു പൊത്തിപ്പിടിച്ചു. ഉറക്കെ കരഞ്ഞു. അപ്പേട്ടൻ മരിക്കില്ല. എൻ്റെ പ്രാർത്ഥനകൾക്കും നൊയമ്പിനും ശക്തിയുണ്ടെങ്കിൽ എൻ്റെ അപ്പേട്ടൻ മരിക്കില്ല. ആ പ്രതീക്ഷകളുടെ കടയ്ക്ക് കോടാലി വെക്കും വിധം ആത്തോലമ്മ ശാപവചസ്സുകൾ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൾ കയ്യിലെടുത്തു. ഈ ഇല്ലത്തെ സ്വത്ത് മുഴുവൻ അവൾക്കായില്ലോ. എൻ്റെ അപ്പൂട്ടൻ്റെ ആയുസ് കുറയാനായിട്ടാണേ ഇവൾ നൊയമ്പ് നോക്കണത്. ശിവനെ, ഇവളെ ഇല്ലത്തൂന്ന് തുരുത്തി തരണേ. പലവട്ടം ദേവി അത് കേട്ടു. മാസത്തിൽ 7 ദിവസം തീണ്ടാരിപ്പുരയിൽ കഴിയണം. ഇല്ലത്തിന് പിന്നിൽ ഒറ്റപ്പെട്ട ഒരു കൊച്ചു വീടാണത്. വെള്ള തേക്കാത്ത ഒറ്റ മുറി, മെഴുകിയ തറ. ചാണകം മെഴുകാൻ വൈകിയാൽ കുഴിയാനുകൾ മണ്ണ് കുത്തി മുഴുവൻ നാശമാക്കും. അവിടെ ഒരു പായ മാത്രം ഉണ്ടാവും. ചേടിപ്പെണ്ണുങ്ങൾ ആരെങ്കിലും വാതിൽക്കൽ ഭക്ഷണം കൊണ്ടുതരും. 7-ാം നാൾ കുളി കഴിഞ്ഞിട്ടേ ഇല്ലത്തേക്ക് കടക്കാവൂ. ആദ്യ വേളിയും ഈ പതിവ് പാലിച്ചിട്ടുണ്ടത്രേ. പാവത്തിന് അധിക നാളത് തുടരേണ്ടി വന്നില്ല. ദേവ ആദ്യമായി തീണ്ടാരിപ്പുരയിലേക്ക് പോവാനൊരുങ്ങിയപ്പോൾ അപ്പുക്കുട്ടൻ തടഞ്ഞു. വേണ്ട, ഇനി ആ പതിവ് നിർത്തലാക്കാനാ എൻ്റെ തീരുമാനം. ദേവ, ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു മുറിയിൽ കഴിഞ്ഞാൽ മതി. അത് കേട്ട ആത്തോലമ്മ അലറി. എങ്കിൽ സൂര്യൻ ഇന്നീ ഇല്ലത്തിൻ്റെ പടി ചവിട്ടും. പരിഹാരം കണ്ടത് ദേവ തന്നെയാണ്. മാസം തോറും 7 നാൾ അവിടെ കഴിയണമെന്ന നിർബന്ധം എനിക്ക് തന്നെയാ. ഞാൻ യുദ്ധം ചെയ്യാൻ വന്നവളല്ല. എനിക്ക് ആവശ്യം അല്പസ്നേഹവും സമാധാനമാണ്. അവൾ പായയുമായി പുറംപുരയിലേക്ക് പോയി. സംഘർഷം ഉണ്ടാക്കാൻ ഒരിക്കലും താനില്ല. അവൾ തീരുമാനിച്ചു. അത് അപ്പേട്ടൻ്റെ ആയുസിൻ്റെ നീളം ചുരുക്കും. അമ്മയുടെ ശാപം പരിക്കും. അപ്പോഴും കുറ്റം തൻ്റെ നക്ഷത്രത്തിൻ്റെ യാനപഥത്തിനാവും. ദേവ പുറംപുരയിൽ കഴിയുന്ന ദിവസങ്ങളിൽ ഒന്നായിരുന്നു വിഷ്ണു ഏട്ടത്തിയെ കാണാനെത്തിയത്. അവൾ നേരെ പുറംപുര വാതിൽക്കലെത്തി. നിരത്തി വിരിച്ച പായയിൽ ചെങ്കൽഭിത്തി ചാരിയിരുന്ന് അപ്പൻ്റെ മകൾ വായിക്കുകയാണ് ദേവ. വിഷ്ണുവിനെ കണ്ടതും ദേവ ചാടി എഴുന്നേറ്റു. എന്താ മോളെ? ഒന്ന് കാണാൻ വന്നതാണ്. ഇപ്പം സങ്കടമായി. ഇക്കാലത്ത് ഇതാണോ ഇവിടുത്തെ സ്ഥിതി? കുഗ്രാമത്തിലെ നമ്മുടെ ഇല്ലത്തേക്കാൾ കഷ്ടമാണല്ലോ പട്ടണത്തിലെ ഈ ബംഗ്ലാവ്. പരിഷ്കാരിയായ ഏട്ടനേക്കാൾ ഭേദം ശാന്തിക്കാരനായ നമ്മുടെ അച്ഛൻ തന്നെ. ഏട്ടനെ കുറ്റപ്പെടുത്തുന്നോ? ദേവിയുടെ മുഖം കറുത്തു. ഇതെൻ്റെ ചിട്ടയാ. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ കഴിയണത്. നിന്റെ ഏട്ടൻ തടഞ്ഞതാണ്. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. പട്ടണത്തിലെത്തിയപ്പോഴാണല്ലോ ഇങ്ങനൊരു പുതിയ ചിട്ട തുടങ്ങണമെന്ന് ഏട്ടത്തിക്ക് തോന്നിയത്. അമ്മ അങ്ങേയറ്റ യഥാസ്ഥിതികയാണ്. ഞാൻ യുദ്ധം ചെയ്യാൻ വന്നവളല്ലല്ലോ. ആ വാചകത്തിൽ നിന്ന് വിഷ്ണു എല്ലാം മനസ്സിലാക്കി. ഏട്ടത്തിയോട് സഹതാപം തോന്നി. ആട്ടെ, നീ അമ്മയെ കണ്ടു വന്നിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊരു ചിട്ടയുണ്ടോ ഇവിടെ? വിഷ്ണുവിന് ചിരി വന്നു. ഞാൻ വന്നത് ഏട്ടത്തിയെ കാണാനാണ്. ചിന്നമ്മൂനോട് ചോദിച്ചപ്പോൾ ഇവിടെ ആന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. നിഷേധി, ദേവ ശാസിച്ചു. നീ എന്നെ കാണാൻ വന്നാലും വന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വരില്ല. എന്നാൽ നിന്റെ പെരുമാറ്റത്തിലെ അപാകത കൊണ്ട് സ്നേഹത്തിന് മാറ്റം വരണവരുണ്ട്. ഏട്ടത്തിയുടെ ഭർത്തഗൃഹത്തിൽ എത്തുമ്പോൾ ആദ്യം നീ കണ്ടു വണങ്ങേണ്ടത് ഏട്ടൻ്റെ ബന്ധുക്കളെയാണ്. അവരുടെ സന്തോഷമാണ് നിന്റെ ഏട്ടത്തിയുടെ ഇവിടുത്തെ നിലനിൽപ്പിലെ സന്തോഷത്തിനാധാരം. അദ്ദേഹത്തിന് ഇവിടെ ആകെ ഒരു ബന്ധുവേയുള്ളൂ, അമ്മ. വാസുദേവനാണെങ്കിൽ ഇതിനകം എൻ്റെ മകനായിപ്പോയി. അവനെ നീ തൃപ്തിപ്പെടുത്തേണ്ട. അവൻ്റെ അച്ഛനെയും പരിഗണിക്കേണ്ട. എന്നാൽ അമ്മയ്ക്ക് അതൃപ്തി ഉണ്ടാവാൻ പാടില്ല. വിഷ്ണു ഏട്ടത്തിയെ നോക്കി വിസ്മയാധീനയായി നിന്നു. പോയി അമ്മയെ കണ്ട് കാല് തൊട്ട് വന്നിച്ചിട്ട് എന്നെ കാണാനിങ്ങ് വന്നാൽ മതി. ദേവ അവൾക്ക് നേരെ കൈ ചൂണ്ടി നിന്നു. എന്താണാവോ എഴുന്നള്ളിയത്? കാല് തൊട്ട് വന്നിച്ച വിഷ്ണുവിനോട് പുരുകം ചുളിച്ചുകൊണ്ട് ആത്തോലമ്മ ചോദിച്ചു. ആ ചോദ്യത്തിലെ പരിഹാസത്തെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് വിഷ്ണു വിനയപൂർവ്വം മറുപടി പറഞ്ഞു. അമ്മയെ ഒന്ന് കാണാൻ വന്നതാണ്. എന്നെ കാണാനോ? അസലായി. അല്ലാതെ ഏട്ടത്തിയെ കാണാനല്ല. കേട്ടോ ചിന്നമ്മോ ഫലിതം? ആത്തോലമ്മ ചിറി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഞാൻ ചാവാറായിട്ടുണ്ടോയെന്ന് തിരക്കാൻ ഇറങ്ങിയതായി കൂടൊന്നും ഇല്ല കേട്ടോ. വിഷ്ണുവിന് ക്ഷമ നഷ്ടപ്പെട്ടു പോയി. ഇതിനൊക്കെ മാത്രം താൻ എന്തു കുറ്റമാണ് ഈ വൃത്തിയോട് ചെയ്തത്? ഈ എല്ലത്ത് കയറി വന്നതിലുള്ള നീരസമാണോ? അതോ മിണ്ടാപ്രാണിയായ തൻ്റെ ഏട്ടത്തിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പ്രകടനമോ? ഇവരെ വന്നിക്കാനായി നിർബന്ധപൂർവ്വം ഇങ്ങോട്ട് പറഞ്ഞയച്ചവളാണ് തൻ്റെ ദേവേട്ടത്തി. 23 വയസ്സുള്ള ഒരു പെണ്ണിനും ആർജിക്കാൻ കഴിയുന്ന പക്വതയല്ല ദേവ നേടിയിരിക്കുന്നത്.
പക്ഷേ ആ മനസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ 60-ലെത്തിയ ഈ ആത്തോലമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ. വിഷ്ണു വേഗം പുറത്തേക്ക് പോന്നു. അവൾ ഏട്ടത്തി കിടക്കുന്ന പുറംപുരിയുടെ പടിയിലിരുന്നു. ദേവ അപ്പൻ്റെ മകൾ അടച്ചു വെച്ച് അഭിമുഖമായി ഇരുന്നു. കാലുതൊട്ട് തൊഴുതപ്പോൾ അമ്മ എന്തു പറഞ്ഞു? അനുഗ്രഹിച്ചോ എന്നെങ്ങാൻ ചോദിച്ചാൽ തന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചതിന് നല്ല ശകാരം കൊടുക്കണമെന്ന് ഉറച്ചാണ് വിഷ്ണു ഇരുന്നത്. പക്ഷെ ദേവ ചോദിച്ചത് ഇല്ലത്തെ വിശേഷങ്ങളാണ്. മഹാലക്ഷ്മിക്ക് വന്ന വേളിക്കാര്യം വിശദമായി ധരിപ്പിച്ചു. ശങ്കരൻ നമ്പൂതിരിയുടെ ഒരു നഖചിത്രം തന്നെ വിഷ്ണു നൽകി. പണ്ട് ഏട്ടത്തിക്ക് ആലോചിച്ച ആളാണ്. ദേവ ചിരിച്ചു. അത് നടക്കാതിരുന്നത് നന്നായി. എന്തേ? എങ്കിൽ എനിക്കെൻ്റെ അപ്പേടനെ നഷ്ടമാകുമായിരുന്നില്ലേ? വിഷ്ണു അതിശയത്തിൽ ദേവിയെ നോക്കി. അത്ര സംതൃപ്തിയാണോ ദേവേട്ടത്തി? ഒരിക്കൽ ഈ വേളിയെ കഠിനമായി എതിർത്തവളാണ്. ഇപ്പോൾ എത്ര മാറിപ്പോയി. ഒരു മാൻകുട്ടിയായിരിക്കുന്നു. ഒരു ത്യാഗിനിയുടെ വിശുദ്ധ ഭാവമാണ് ആ മുഖത്ത്. കുളിച്ചാലുടൻ ഞാൻ വിവരം അപ്പേട്ടനെ ധരിപ്പിക്കാം. നിങ്ങളൊന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും അപ്പേട്ടൻ ചെയ്തോളും. ദേവ വിഷ്ണുവിനെ സമാധാനിപ്പിച്ചു. ഒന്നും വേണ്ടെന്നാണ് ശങ്കരൻ നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഒന്നുമില്ലാതെ അയക്കാൻ പറ്റുമോ? അല്പമെങ്കിലും പൊന്നു വേണം. വേളിക്കും വേണം പണം. ഒരു ചെറു തുകയ്ക്ക് ഇല്ലം പണയപ്പെടുത്താമെന്ന എൻ്റെ തീരുമാനം. ജോലി ചെയ്ത് ഞാൻ തന്നെ ഒഴിച്ചോളാം. എല്ലാം അപ്പേട്ടനോട് ആലോചിച്ചിട്ട് മതി. അദ്ദേഹം വിചാരിച്ചാൽ വേറെ വഴിയുണ്ടായെന്ന് വരും. ഏതായാലും നനഞ്ഞിട കുഴിക്കാൻ ഞാനില്ല. അത് ഏട്ടത്തിയുടെ ഇവിടുത്തെ സമാധാനത്തെ കൂടി ബാധിക്കും. പോരെങ്കിൽ ഏട്ടൻ്റെ അമ്മ. എനിക്കൊരു സമാധാനക്കുറവും ഇല്ലിവിടെ. നിനക്ക് അപ്പേട്ടനെ അറിയാഞ്ഞിട്ടാ ഈ ഭയമൊക്കെ. അമ്മയും ബാവ ഓരോന്നൊക്കെ പറയുമെന്നേയുള്ളൂ. വിഷ്ണു നിശബ്ദം കേട്ടിരുന്നു. എന്തിനും ഞാൻ കുളിക്കട്ടെ. അപ്പേട്ടനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അതോടെ വിഷ്ണു പോകാനായി എഴുന്നേറ്റു. പിന്നെ പോകാം എന്ന് ദേവേട്ടത്തി പറയുമെന്ന് അവൾ ഓർത്തു. ദേവ യാത്രയാക്കും വിധം പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ. അപ്പോൾ വിഷ്ണു ഒരു തമാശ ചോദിച്ചു. ഏട്ടത്തിക്ക് എന്നും ഇങ്ങനെ തീണ്ടാരിപ്പോരെ കഴിഞ്ഞാൽ മതിയോ? വേളി കഴിഞ്ഞിട്ട് നാള് കുറയായില്ലേ? വിശേഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് തിരക്കണം അമ്മ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദേവിയുടെ മുഖം വാടി. അതോടെ അങ്ങനൊന്നും പറയേണ്ടിയിരുന്നില്ലെന്നും വിഷ്ണുവിന് തോന്നി. താനാണ് ഈ വേളിക്ക് ദേവേട്ടത്തിയെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത്. ആ സ്ഥിതിക്ക് എന്ത് കുറവുണ്ടായാലും അവരെ ആശ്വസിപ്പിക്കാൻ കടപ്പെട്ടവളാണ് താൻ. എന്നിട്ട് അപഹസിക്കുകയാണ് ചെയ്തത്. അത് തികച്ചും ക്രൂരമായി പോയില്ലേ? അപ്പോൾ ദേവ പുഞ്ചിരി വീണ്ടെടുത്തു. എനിക്കെൻ്റെ വാസുദേവനില്ലേ വിഷ്ണു? അവൻ വലുതാകട്ടെ. എനിക്കിനി മറ്റൊരു കുട്ടി വേണ്ടു. എല്ലാം എൻ്റെ നിർബന്ധമാണ്. ദേവേട്ടത്തിയുടെ വലിയ മനസ്സ് കണ്ടു കഴിഞ്ഞ വിഷ്ണുവിന് ആ മറുപടിയിൽ തെല്ലും വിസ്മയം തോന്നിയില്ല. അവൾ യാത്ര പറഞ്ഞിറങ്ങി. വിഷ്ണു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ ആത്തോലമ്മ അടിച്ചുതളിക്കാരി കാളിയമ്മയെ നിയോഗിച്ചിരുന്നു. വിഷ്ണു വെറും കൈയോടെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടും കാളിയമ്മ ആത്തോലമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത വാർത്ത വിപരീതമായിരുന്നു. എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി കൊണ്ടുപോയിട്ടുണ്ടേ. ഇല്ലത്ത് ദാരിദ്ര്യമല്ലേ? കൊണ്ടോട്ടെ. പാവങ്ങളോ പൂതനകൾ? ആത്തോലമ്മ തിരുത്തി. ഏട്ടത്തി അനുജത്തി ഒന്നിനൊന്ന് മെച്ചം. ആരാ ഏറെ സുന്ദരി എന്ന് പറയാൻ പറ്റണുണ്ടോ? മൂത്തതാരാ ഇളയതാരാന്ന് പറയാൻ പറ്റണുണ്ടോ? ഇത്തരത്തിൽ ഇനി 3 കൂടി ഉണ്ടത്രേ അവിടെ. ചുമ്മാതാണോ അപ്പൂട്ടൻ സ്വത്ത് മുഴുവൻ അവറ്റകൾക്ക് എഴുതി കൊടുത്തത്? ചിന്നമ്മൂൻ അത് കേട്ട് ദേഷ്യ നിയന്ത്രണാധീനമായി. അവൾ കാളിയമ്മയെ വിളിച്ച് മാറ്റി നിർത്തി ശകാരിച്ചു. തള്ളേ, നിങ്ങളുടെ നാവ് പുഴുക്കും ഇങ്ങനെ ഏഷ്ണി കൂട്ടി കൊടുക്കണതിന്. പുഴുത്തോട്ടെ. എൻ്റെ നാവ് എൻ്റെ വായ്ക്കുള്ളിലല്ലേ കിടക്കണത്. നീ നിന്റെ പാട് നോക്ക്. നീ ആ ഉർവശി ആത്തോളുടെ ആളല്ലേ? വൃത്തമുഖം വെട്ടിത്തിരിച്ച് കടന്നുപോയി. ഒരു നാൾ കാളിയമ്മ പടിപ്പുരമുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വാതിൽക്കൽ ദേവദാസ് എത്തിയത്. മോട്ടോർ സൈക്കിളിൽ. തിരുമേനി ഇവിടെ ഇല്ല എന്ന് കാളിയമ്മ പറഞ്ഞിട്ടും എനിക്ക് കുഞ്ഞാത്തോലെ കണ്ടാൽ മതി, ഞങ്ങൾ നാട്ടുകാരാ എന്ന് പറഞ്ഞ് അയാൾ പടി കടന്ന് വരികയാണ് ഉണ്ടായത്. വൃത്ത അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആത്തോലമ്മയെ അറിയിച്ചു. ദേവദാസിനെ കണ്ട് ദേവ ചാവടിവാതിൽക്കൽ എത്തി. അദ്ദേഹം ഇവിടെ ഇല്ല. ഞാൻ അദ്ദേഹത്തെ കാണാനല്ല വന്നത്. ദേവ വിളറി. അത് ശ്രദ്ധിക്കാതെ ദേവദാസ് സെറ്റിയിലിരുന്നു. യാത്ര പറയാൻ വന്നതാണ്. എനിക്കിവിടെ നിന്ന് മാറ്റമാണ്. എവിടേക്ക്? കുറേ ദൂരേക്കാണ്. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ല, 3 വർഷമായി. ഇവിടെ 3-ാം വർഷത്തിൻ്റെ അന്ത്യത്തിലാണ് നാം കണ്ടതെന്ന് മാത്രം. അദ്ദേഹം വരുമ്പോൾ പറയാം. സംസാരം അവസാനിപ്പിക്കും വിധം ദേവ പുഞ്ചിരിച്ചു. പറയണമെന്നില്ല. ഞാൻ പോയാലും ഇല്ലെങ്കിലും അത് തിരുമേനിയെ യാതൊരു തരത്തിലും ബാധിക്കില്ല. എന്നാൽ അയാൾ വികാരപരവശതയോടെ ദേവിയെ നോക്കി. ദേവേ, അന്ന് നമ്മെ ഒരു സംഘം എതിർത്തു. അടിച്ച് ബോധം കെടുത്തിയാണവർ എന്നെ തൽക്കാലത്തേക്കെങ്കിലും പിന്തിരിപ്പിച്ചത്. എന്നാൽ ഒരിക്കലും ഞാൻ പിന്തിരിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ വിവാഹിതയാണ്. ഇല്ലത്തിന് വേണ്ടി എനിക്കത് വേണ്ടി വന്നു. സാരമില്ല. നെഞ്ചു തകർക്കുന്ന വാർത്തയായിരുന്നതെങ്കിലും ഞാൻ ദേവിയോട് ക്ഷമിച്ചു. എൻ്റെ സന്മനസ്സും ദൗർബല്യവുമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. പക്ഷേ ഇന്നു മുതൽ ഞാൻ ദുർബലനല്ല. ദേവ വിവാഹിതയായി എന്നത് എനിക്കൊരു കുറവായും തോന്നുന്നില്ല. ഈ മനസ്സിൻ്റെ പരിശുദ്ധി മതി എനിക്ക്.
ദേവൻ, അവളുടെ സ്വരമുയർന്നു. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറയുന്നത് ചാബല്യമായി ദേവ കാണുന്നു. അതാണ് ഈ എതിർപ്പിന് കാരണം. ഇല്ല ദേവേ, തന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്ന് പലവട്ടം തെളിഞ്ഞു. ദയവായി എന്നെ രക്ഷിക്കൂ. എൻ്റെ കൂടെ വരൂ. ഞാൻ എൻ്റെ കുഞ്ഞാത്തോലെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇല്ല, ദേവ രോക്ഷത്തിൽ മുഖമിളക്കി. ഞാൻ വരില്ല. എന്നോട് ഇങ്ങനൊന്നും പറയരുത്. ഇന്ന് നമ്മെ ആരും എതിർക്കില്ല. എതിർത്താൽ അതിനെ നേരിടാനുള്ള കരുത്തും എനിക്കുണ്ട്. നല്ലത്. പക്ഷെ വിളിക്കുന്നത് മറ്റൊരാളുടെ ഭാര്യയാണെന്നത് മറക്കരുത്. മറ്റൊരാളുടെ ഭാര്യയാകുന്നതിന് മുമ്പ് ആ ദേവ മരിച്ചു. ഞാനിപ്പോൾ അപ്പേട്ടൻ്റേതാണ്. അപ്പേട്ടനെ വിട്ട് ഞാൻ വരില്ല. ഒരിക്കലും. അദ്ദേഹം മരണം കാക്കുന്ന ഒരു രോഗിയാണെന്ന് ദേവയ്ക്ക് അറിയാമോ? അതറിയാവുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടു വരില്ല എന്ന്. നമ്മുടെ കഥകൾ അറിയുമ്പോൾ തിരുമേനി അനുവദിച്ചാൽ. എല്ലാ കഥകളും അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ വേട്ടത്. ദേവദാസ് നിരാശനായി മുഖം താഴ്ത്തി. ദേവദാസ്, പോകൂ. മറ്റൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കൂ. എന്നെ മറക്കൂ. ദേവ ഓടി അകത്തേക്ക് പോയി. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ദേവദാസിന് ചലിക്കാൻ കഴിഞ്ഞത്. അയാൾ വേഗം പുറത്തെത്തി ബൈക്കും എടുത്തു പറന്നു. ദേവ അകായിലെത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയുടെ രംഗം കാളിയമ്മ ആത്തോലമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അവൾ ഉടൻ പുറത്തേക്ക് പിൻവാങ്ങി. ഒളിഞ്ഞു നിന്ന് കേൾക്കാനും ആഗ്രഹിച്ചില്ല. എന്തും പറയട്ടെ. നേരെ കിടക്കയിൽ ചെന്ന് വീണു. കുറെ കഴിഞ്ഞപ്പോൾ ആത്തോലമ്മ പിച്ച വെച്ച് കിടക്കറയുടെ വാതിൽക്കിലെത്തി. എന്തേ കുഞ്ഞാത്രമ്മേ, ഈ ഇല്ല ഒരു തേവിടിച്ച് ഗൃഹമാക്കാനാണോ ഭാവം? ദേവ ചാടി എഴുന്നേറ്റു. പിന്നെ മുഖം താഴ്ത്തി നിന്ന് കേട്ടു. മറുപടി പറയാനില്ലായിരുന്നു. വന്നയാൾ തൻ്റെ പൂർവ്വ കാമുകനാണെന്നത് സത്യം. അയാൾ തന്നോട് ആവശ്യപ്പെട്ട കാര്യവും അങ്ങേയറ്റം നീചമാണ്. അത്തരമൊരു രംഗം താൻ മൂലം ഈ ഇല്ലത്തുണ്ടായിപ്പോയി. ആ കുറ്റത്തിൽ നിന്നൊഴിയാനും നിരപരാധി ചമയാനും ദേവിയുടെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പൂട്ടനൊന്ന് വന്നോട്ടെ, രണ്ടിലൊന്ന് അറിയണം. കുഞ്ഞാത്രമ്മ ഇവിടെ വാഴാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ ഇല്ലത്തിൻ്റെ പടി ചവിട്ടാനാണ് ഭാവം. ആത്തോലമ്മ കലി തുള്ളി പുറത്തേക്ക് പോയി. കുഞ്ഞാത്രമ്മ എന്ന പരിഹാസവിളിയാണ് ദേവയെ ഏറെ വേദനിപ്പിച്ചത്. ഒരക്ഷരം ഉരിയാടിയിരുന്നെങ്കിൽ അതൊരു പോരാട്ടമായി മാറുമായിരുന്നു. ദേവിയുടെ മൗനം എപ്പോഴും ആത്തോലമ്മയുടെ ആയുധങ്ങളുടെ മുനയും അടക്കുകയാണ് ചെയ്യാറുള്ളത്. സന്ധ്യയായപ്പോഴാണ് അപ്പുക്കുട്ടൻ വന്നത്. മഹാലക്ഷ്മിയുടെ വേളിക്കാര്യം തീരുമാനിക്കാൻ ശങ്കരൻ തിരുമേനിയുടെ ഇല്ലത്ത് പോയതായിരുന്നു. ദേവ ഉമ്മറത്തു തന്നെ കാത്തു നിന്നിരുന്നു. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സ് മുറിവുണ്ടാക്കാൻ മുമ്പേ വിളിച്ചുകൊണ്ടുപോയി എല്ലാം ബോധ്യപ്പെടുത്തുകയായിരുന്നു അവളുടെ ഉദ്ദേശം. ആ മനസ്സ് കലങ്ങിക്കൂടാ. ദുർബലമായ ഹൃദയമാണ്. അത് തകർന്നുകൂടാ. തകർന്നാൽ നഷ്ടം തനിക്കാണ്. പെറ്റമ്മയേക്കാൾ നഷ്ടം തനിക്കോ? ദേവ ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിച്ചു. അതെ, ദേവ ഉറപ്പിച്ചു. അമ്മയുടെ ബന്ധം ഗർഭപാത്രത്തിൻ്റെയും രക്തത്തിൻ്റെയും മുലപ്പാലിൻ്റേതുമാണ്. മാംസത്തിൻ്റെ ബന്ധം തികച്ചും ശാരീരികം. ഭാര്യയ്ക്കുള്ള ഏക ബന്ധം ഹൃദയത്തിൻ്റേതാണ്. മറ്റേതു ബന്ധത്തെയും കവച്ചു വെക്കുന്നു ഹൃദയബന്ധം. എങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഭർത്താവിനോട് ഹൃദയബന്ധമുണ്ടോ? പക്ഷേ എല്ലാ സ്ത്രീകളെയും പോലെ അല്ലല്ലോ താൻ. അപ്പേട്ടൻ്റെ ഭാര്യയായിട്ടല്ല, തനിക്ക് അദ്ദേഹവുമായുള്ള ബന്ധം തികച്ച് ഹൃദയപരമാണ്. തികച്ചും. അപ്പുക്കുട്ടൻ ഉമ്മറത്തെത്തുമ്പോൾ ആത്തോലമ്മ സന്ധ്യാവന്ദനത്തിന് പോയിരിക്കുകയായിരുന്നു. ദേവ ഭർത്താവിനെ കിടക്കറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനുജത്തിയുടെ വേളിക്കാരി അറിയും മുമ്പ് തന്നെ ദേവദാസിൻ്റെ സന്ദർശന കഥ വിവരിച്ചു. സംഭാഷണങ്ങളിലെ ഒരു വാക്കോ വ്യംഗ്യമോ പോലും തിരുത്തിയില്ല. പിന്നെ ആ കാലിൽ വീണു. ഇത്രയും സത്യമാണ്. അമ്മയും മറ്റുള്ളവരും പലതും പറഞ്ഞെന്ന് വരാം. അതൊന്നും വിശ്വസിക്കരുതേ. എന്നെ ഉപേക്ഷിക്കാം, ശിക്ഷിക്കാം, കൊല്ലാം. പക്ഷേ ഞാൻ മൂലം ആ മനസ്സ് നോവരുത്. എനിക്ക് എന്നേക്കാൾ വലുതാണ് ഈ നെഞ്ചിൻകൂട്ടിലെ തുടിപ്പ്. അപ്പുക്കുട്ടൻ ദേവിയുടെ മുടിയിൽ മന്ദം തലോടിക്കൊണ്ടിരുന്നു. അയാളുടെ കണ്ണിൽ ഉറവകൾ. ദേവി, ഇനി ഒന്നും പറയണ്ട. എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് നിന്നെ. അമ്മയെയും എനിക്കറിയാം. ഇവിടെയുള്ള ഓരോ പരിചാരകരെയും അറിയാം. എന്തിന്? ഇന്ന് വരെ ഇടപെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ വേർതിരിച്ച് പഠിച്ചിട്ടുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ ഇന്നുവരെ എനിക്ക് പിഴവ് പറ്റിയിട്ടില്ല. പിന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഇനിയൊരു സുവാർത്ത പറയാം. നിന്റെ അനുജത്തിയുടെ വേളി ഉറപ്പിച്ചു. അവൾ ഭാഗ്യവതിയാണ്. ദേവ കോരിത്തെരിച്ചു. പോയി കൈയും കാലും മുഖവും കഴുകി സന്ധ്യാവന്ദനത്തിനൊരുങ്ങ്. അപ്പുക്കുട്ടൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അമ്മ എത്തി. അപ്പൂട്ട എന്ന വിളിയിൽ ആസന്നമായ യുദ്ധഭീഷണി മുഴങ്ങി. നോവൽ തുടരും.